നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഭൂമിശാസ്ത്രമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോരോ ടോപ്പിക്ക് തീർത്ത് പോവുകയാണ്. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ വേൾഡ് ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഏരിയ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യും. അതിനുശേഷം കേരള ജോഗ്രഫി. ഈ 3 ടോപ്പിക്കായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിൽ ആദ്യം തന്നെ ലോക ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന വേൾഡ് ജോഗ്രഫിയെ പറ്റിയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം SCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ജിയോ എന്നും ഗ്രാഫി എന്നും പറയുന്ന രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ജോഗ്രഫി എന്നറിയപ്പെടുന്ന പദം ഉണ്ടാകുന്നത്. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എർത്ത് എന്നാണ് പറയുന്നത്. സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, ഗ്രാഫി എന്ന് പറഞ്ഞാൽ ടു റൈറ്റ്, ടു സ്റ്റഡി എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എർത്ത്, ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ് ജോഗ്രഫി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. 2024 പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം, ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തതേത് എന്ന NCERT സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ സൗരവാതം അല്ലെങ്കിൽ സോളാർ വിൻഡ്, ഓപ്ഷൻ ബി അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വേർതിരിക്കൽ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ, ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ വാതക മോചനം അല്ലെങ്കിൽ ഡീഗേസിംഗ്, ഓപ്ഷൻ ഡി പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. ഈ 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തതെന്ന്? അപ്പൊ നമുക്കറിയാം, ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ രൂപീകരണത്തിന്റെ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്ത്? സോളാർ വിൻഡ് അല്ലെങ്കിൽ സൗരവാതം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം അല്ലെങ്കിൽ പ്രക്രിയയാണ് വാതക മോചനം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണവും ഈ പറയുന്ന ഭൗമ അന്തരീക്ഷത്തിന്റെ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ സൗരവാതം ഉൾപ്പെടുന്നു, വാതക മോചനം ഉൾപ്പെടുന്നു, പ്രകാശ സംശ്ലേഷണവും ഉൾപ്പെടുന്നു. ഉൾപ്പെടാത്തത് ആര് മാത്രമാണ്? രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള വേർതിരിക്കൽ എന്ന ടേം മാത്രമാണ് ഇവിടെ ഉൾപ്പെടാത്തത്. ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് സൗരവാതം ഉൾപ്പെടും, വാതക മോചനം ഉൾപ്പെടും, പ്രകാശ സംശ്ലേഷണം ഉൾപ്പെടും. അപ്പൊ ഈ പറയുന്ന 3 പ്രവർത്തനം എന്താണ്? ഈ പറയുന്ന ഒറ്റപ്പെട്ട വേർതിരിക്കൽ എന്താണെന്ന് നമുക്ക് വേണമല്ലോ. അതിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കവർ ചെയ്ത് പോകുന്നത്. ഒന്നാമതായിട്ട് അറിയേണ്ടത് ഭൂമിയുടെ അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യ ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത്. ഇതിൽ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം എന്നിവ അടങ്ങിയ പ്രാരംഭ അന്തരീക്ഷം സൗരവാതത്താൽ, സോളാർ വിൻഡിന്റെ സഹായത്തോടു കൂടി, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ സോളാർ വിൻഡ്, ആ സൗരവാതത്തിന്റെ സഹായത്തോടു കൂടി പ്രാരംഭ അന്തരീക്ഷം, തുടക്കത്തിലുണ്ടായ അന്തരീക്ഷം ഇല്ലാതായി എന്ന് പറയുന്നതാണ് ഒന്നാം ഘട്ടം അല്ലെങ്കിൽ ആദ്യ ഘട്ടം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഭൂമിയുടെ നമ്മൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന അന്തരീക്ഷം രൂപപ്പെട്ടത് 3 ഘട്ടങ്ങളിലൂടെയാണ്. അതിൽ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം. അതിൽ ആദ്യ ഘട്ടം എങ്ങനെയാ? ഈ പറയുന്ന ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം എന്ത് ചെയ്തു? ക്ഷയിച്ചില്ലാതായി. തുടക്കത്തിൽ ഭൂമിയുടെ രൂപീകരണ സമയത്ത് നമുക്കറിയാം, ഭൂമി ഉണ്ടായത് പല സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. സൂര്യനിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച്, സൂര്യനിൽ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് ഭൂമി ഉണ്ടായി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന്റെ പേരാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം, അല്ലെങ്കിൽ നമ്മൾ പറയും ഗ്രേറ്റ് ബിഗ് ബാങ് തിയറി എന്ന് പറയും, അല്ലെ? അപ്പൊ അങ്ങനെ അത് കോടിക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ തണുത്തുറഞ്ഞ് ഭൂമിയായി മാറി എന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നീലഗ്രഹം എന്നറിയപ്പെടുന്നത്, ജലഗ്രഹം എന്ന വിശേഷണങ്ങളൊക്കെ ഉള്ളത് ഭൂമി അങ്ങനെ പറയുന്നത് അതിൻ്റെ ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവിടെ തുടക്ക സമയത്ത് എന്തുണ്ടായിരുന്നു? ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം ക്ഷയിച്ച് ഇല്ലാതായി. അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രാരംഭ അന്തരീക്ഷം എന്തിന്റെ സഹായത്തോടു കൂടി ഇല്ലാതായത്? സൗരവാതത്താൽ, ഹൈഡ്രജനും ഹീലിയം എന്നിവ അടങ്ങിയ പ്രാരംഭ അന്തരീക്ഷം, അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം സൗരവാതത്താൽ, സോളാർ വിൻഡിന്റെ സഹായത്തോടു കൂടി ഇല്ലാതായി എന്ന് പറയുന്നതാണ് ഒന്നാം ഘട്ടം.
ഇനി രണ്ടാം ഘട്ടത്തിന്റെ പ്രത്യേകത പറയുന്നു, ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ മോചിപ്പിക്കപ്പെട്ടു. അതിനെയാണ് നമ്മൾ വാതക മോചനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാം ഘട്ടം പറയുന്നത് വേറെ ഒന്നുമില്ല, ഭൂമി തണുക്കുന്ന ഘട്ടങ്ങളിൽ, ഭൂമി ആദ്യ സമയത്ത് എന്താണ് നമ്മൾ പറയുമ്പോൾ ഭൂമി മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഫലമായിട്ട് സൂര്യനിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് ഭൂമി ഉണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തമാണല്ലോ മഹാവിസ്ഫോടന സിദ്ധാന്തം. പല പല സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന ഭൂമി തണുക്കുന്ന ഘട്ടങ്ങളിൽ ഉള്ളറകളിൽ നിന്ന് വാതകങ്ങളും നീരാവിയും മോചിപ്പിക്കപ്പെട്ടു. ഇത് അന്തരീക്ഷത്തിന്റെ പരിണാമത്തിന് തുടക്കമിട്ടു എന്ന് പറയുന്നതാണ് രണ്ടാം ഘട്ടം. അപ്പൊ ഈ രണ്ടാം ഘട്ടത്തിൽ പറയുമ്പം നമുക്ക് വേണ്ട നീരാവി ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഈ പറഞ്ഞ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, അമോണിയ തുടങ്ങിയിട്ടുള്ള എല്ലാ കണ്ടന്റും നേരിയ അളവിൽ ഓക്സിജനും ഉൾപ്പെട്ട അന്തരീക്ഷം രൂപപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വാതകങ്ങൾ മോചിപ്പിക്കപ്പെട്ടു. ആ പ്രവർത്തനത്തിന്റെ പേരാണ് വാതക മോചനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാം ഘട്ടം ക്ലിയറായി. ഇനി മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ അതിന്റെ സഹായത്തോടുകൂടി കൂടുതൽ നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നു എന്നാ പറയുന്നത്. അതാണ് മൂന്നാം ഘട്ടം. അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി ഈ പറയുന്ന നീരാവിയും വാതകങ്ങളും എവിടെ എത്തിച്ചേർന്നു? അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നതാണ് മൂന്നാം ഘട്ടം. അപ്പം 3 ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ കാണുന്ന അന്തരീക്ഷം രൂപപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ആ സിദ്ധാന്തത്തിന്റെ കണ്ടന്റുകളായി പറയുന്നത്. അപ്പൊ ഒന്നാം ഘട്ടം, ആദ്യ ഘട്ടം സൗരവാദം, അതിൽ ഒന്നാം ഘട്ടം എന്താണ്? സൗരവാദം നമ്മൾ കൊടുത്തേപ്പുണ്ട്. രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞേക്കുന്ന വാതക മോചനം അല്ലെങ്കിൽ ഡീഗേസിങ്, ഇതാണ് രണ്ടാമത്തെ കണ്ടന്റ് കൊടുത്തേപ്പുണ്ട്. മൂന്നാമത്തതാണ് എന്ത്? മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രവർത്തനം നടന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുമ്പം പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്ന ഫോട്ടോസിന്തസിസ് ഉണ്ടാവുമല്ലോ. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? അന്തരീക്ഷമുണ്ടായി മൂന്നാം ഘട്ടത്തിൽ. അങ്ങനെ 3 ഘട്ടങ്ങളിലാണ് പറയുന്നത്. അവിടെ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം 2500 മുതൽ 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്, അല്ലെങ്കിൽ മുമ്പാണ് എന്നാണ് NCERT സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒറ്റപ്പെട്ടത് ഏതാണ്? വേർതിരിക്കൽ പ്രവർത്തനം അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ അല്ലയോ? അതെന്ന് പറഞ്ഞാൽ എന്താണ്? ശിലാമണ്ഡലത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് വേർതിരിക്കൽ പ്രക്രിയ. അപ്പൊ ഇവിടെ ബാക്കിയുള്ള 3 പ്രവർത്തനം ഏതൊക്കെ? സൗരവാദം, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വാതകമോചനം, മൂന്നാമത് പറഞ്ഞ പ്രകാശ സംശ്ലേഷണം. ഇത് 3ഉം എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട്? അന്തരീക്ഷ പരിണാമവുമായി ഉണ്ടായതാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ വേർതിരിക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ശിലാമണ്ഡലത്തെ പറ്റി പറയുമ്പം ഏറ്റവും പുറമെയുള്ള, നമ്മൾ നിൽക്കുന്ന ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണല്ലോ ഭൂവൽക്കം. നമ്മൾ പറയുമ്പോൾ ഇത് ഭൂമിയാണെങ്കിൽ ഏറ്റവും പുറമെയുള്ള ഈ ഭാഗത്തിന്റെ പേരല്ലയോ ഭൂവൽക്കം. അതിന് താഴെ മാന്റിലുണ്ട്, അതിനും താഴെയാണ് കാമ്പ് തന്നെ 2 തരത്തിൽ, പുറക്കാമ്പും അകക്കാമ്പ്. അങ്ങനെ എന്നിങ്ങനെ വ്യത്യസ്ത പാളികൾ രൂപപ്പെട്ടു. ആ രൂപപ്പെട്ട പാളികൾ വേർതിരിക്കുകയല്ലേ, ഓരോ പാളികളാൽ വേർതിരിക്കുകയല്ലേ. എന്തായിട്ട്? ഭൂവൽക്കം വേർതിരിക്കുന്നുണ്ട്, ഭൂവൽക്കത്തെയും മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്, മാന്റിലിനെയും പുറക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്, പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിച്ചതിന് ശേഷമാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത പാളികൾ രൂപപ്പെട്ടു. അങ്ങനെ ശിലാമണ്ഡലത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ പേരാണ് എന്ത്? വേർതിരിക്കൽ പ്രവർത്തനം അല്ലെങ്കിൽ വേർതിരിക്കൽ പ്രക്രിയ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ 3 എണ്ണം ഉണ്ടല്ലോ, ഏതൊക്കെയാ? സൗരവാദം അല്ലെങ്കിൽ സോളാർ വിൻഡ്, വാതകമോചനം ഡീഗാസിങ്, മൂന്നാമത്തതാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. ഈ 3 സ്റ്റേജും, ഈ 3 പ്രവർത്തനം എന്തിന്റെ? അന്തരീക്ഷത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ വേർതിരിക്കൽ പ്രക്രിയ ശിലാമണ്ഡലത്തിൽ വരുന്ന ഭൂവൽക്കം, മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ്, ഈ 4 പാളികൾ ഉണ്ടായി എന്ന് പറയത്തില്ലയോ? അങ്ങനെ ഈ 4 പാളികൾ എങ്ങനെ വേർതിരിച്ചുണ്ടായി? ഏതൊക്കെ? ഭൂവൽക്കത്തെ വേർതിരിക്കണം, മാന്റിലിനെ മറ്റൊരു തരത്തിൽ വേർതിരിക്കണം, പുറക്കാമ്പിനെ മറ്റൊരു തരത്തിൽ, അകക്കാമ്പിനെ മറ്റൊരു തരത്തിൽ എന്നിങ്ങനെ വ്യത്യസ്ത പാളികൾ രൂപപ്പെട്ടു. അപ്പൊ ആ രൂപപ്പെട്ട ശിലാപാളികൾ, ശിലാമണ്ഡലത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഇത് വേർതിരിക്കൽ പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ്. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട ഏരിയ ജോഗ്രഫി പഠിക്കണം. അതിൽ വേൾഡ് ജോഗ്രഫിയുടെ 2 പ്രധാനപ്പെട്ട PDF നോട്ട്, ഈ ക്ലാസ് നോട്ട് കാണണം, ഈ ക്ലാസ് കണ്ടന്റ് കാണണം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് വർക്കൗട്ട് ബാച്ച്
ബാച്ച് തന്നേക്കുന്ന PDF നോട്ട് വായിക്കണം. ദെൻ ടോപ്പിക് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് തന്നിട്ടുണ്ട്, അത് ഉറപ്പായിട്ടും വായിക്കണം. NCERT സയൻസ് ഫാക്റ്റും ഇന്നത്തെ വായനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. രാത്രി 9 മണിക്ക് ഇതിൻ്റെ പരീക്ഷ. ഈ ക്ലാസ്സിൻ്റെ നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ വായിച്ച PDF നോട്ടിൻ്റെ ക്ലാസ്സിൻ്റെ എല്ലാ നോട്ട്സും ഉൾപ്പെടുത്തിയുള്ള പബ്ലിക് എക്സാം PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ദെൻ ഇന്നത്തെ വർക്കൗട്ട് തീരും. ദെൻ അഗെയിൻ നാളത്തെ ദിവസം വെള്ളിയാഴ്ച, ദെൻ അതിനുശേഷം ശനി ഞായറും ഉണ്ട്. ശനി ഞായറിൻ്റെ പ്രത്യേകത അറിയാലോ, ഏതെങ്കിലും ഈ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ വർക്ക് ചെയ്ത ഏതെങ്കിലും ക്ലാസ്സോ ഏതെങ്കിലും നോട്ട്സോ ഏതെങ്കിലും വീഡിയോ ക്ലാസ്സോ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർത്ത് റിവൈസ് ചെയ്യാനുള്ള ദിവസമാണ് വരുന്ന ശനി ഞായറും. അപ്പോൾ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർക്കൗട്ട് ബാച്ചിൽ ഡിഗ്രി പ്രിലിംസ് ഉൾപ്പെടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ ഏതെങ്കിലും വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക. വാട്സപ്പ് മെസ്സേജ് ഇടുമ്പം വർക്കൗട്ട് ബാച്ചിനോട് കൂടി നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. ധാരാളം കുട്ടികൾ മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിലേക്ക് നോക്കിയേ. ഭൂമിയുടെ, അപ്പൊ തെറ്റായ ന്യൂജൻ ചോദ്യം തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലൂമിനിയം, സിലിക്ക. നമ്മൾ പഠിക്കും സിയാൽ, സിമ എന്നറിയപ്പെടുന്ന 2 കണ്ടന്റ് പഠിക്കും അല്ലെ. സിലിക്കൺ, അലൂമിനിയം, സിലിക്കൺ, അതിന്റെ മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള കണ്ടന്റ് നമ്മൾ പറയുമല്ലോ. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ വസ്തുത, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ, അപ്പൊ വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. പറഞ്ഞുതരാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലൂമിനിയം, സിലിക്കയും. നമ്മൾ പറയും എന്താണ്? സിയാൽ പറയത്തില്ലേ? അപ്പൊ ഇത് ശരിയല്ലേ? ഈ പ്രസ്താവന ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കവ. നമ്മൾ പറയുമ്പം നമ്മൾ പഠിപ്പിക്കുമ്പം ഇങ്ങനെയാ പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഭൂമിയുടെ സ്ട്രക്ചർ ആയിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും പുറമേ കാണുന്നതാണ് ഈ ഭാഗത്തിന്റെ പേരാണ് എന്ത് നമ്മൾ പറയുന്നത്? ഭൂവൽക്കം. ഭൂവൽക്കം കഴിഞ്ഞാണ് മാൻഡിൽ വരുന്നത്. രണ്ടാമത്തെ ഭാഗം, ഈ ചുമന്ന ഭാഗം, ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്ത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ ഭാഗം ഭൂവൽക്കം. ഭൂവൽക്കത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് ശേഷമുള്ളതാണ് മാൻഡിൽ. ആ റെഡ് സർക്കിൾ പോലെ കാണുന്നില്ലേ? അതാണ് മാൻഡിൽ. ഈ മാൻഡിലും കഴിഞ്ഞ് അടുത്തതാണ് ഏത്? നമ്മൾ പറയും പുറക്കാമ്പ്. പുറക്കാമ്പും കഴിഞ്ഞിട്ടാണ് ഏറ്റവും നടുഭാഗത്താണ് ഇത്രയും ഭാഗം. ഇതിനെയാണ് അകക്കാമ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഏറ്റവും മധ്യഭാഗത്തായിട്ട് ഭൂമിയുടെ കേന്ദ്രം, സെന്റർ, ഭൂമിയുടെ കേന്ദ്രമെന്നറിയപ്പെടുന്ന സെന്റർ ഓഫ് ദി എർത്ത്. ഇങ്ങനെ പറയുന്നത്. ഏറ്റവും ടോപ്പിൽ ക്രസ്റ്റ് വരുന്നു, അതിനുശേഷം മാൻഡിൽ വരുന്നു, അതിനുശേഷം കോറ് വരുന്നു. കോറ് തന്നെ 2 തരത്തിൽ, ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. പിന്നെ ഈ പറയുന്ന ക്രസ്റ്റിനകത്ത് നമ്മൾ പറയുന്ന ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എർത്തിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇത് ഭൂമിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന. ഈ ക്രസ്റ്റിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട്, ലിത്തോസ്ഫിയറും ഉണ്ട്, അസ്തനോസ്ഫിയറും ഉണ്ട്. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ക്രസ്റ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂവൽക്കം കഴിഞ്ഞാൽ താഴത്തുള്ള ഭാഗം, അതായത് അടുത്ത പാളിയാണ് ഇത് മാൻഡിൽ. മാൻഡിലിന് 2 മാൻഡിൽ ഒന്നുമില്ല, ഒറ്റ മാൻഡിലേ ഉള്ളൂ. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ മാൻഡിലും കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? കാമ്പ് അല്ലെങ്കിൽ കോറ്. കോറ് തന്നെ 2 തരത്തിലുണ്ട്, ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ആദ്യം വരുന്നത് എന്താണ്? ഔട്ടർ കോറും, രണ്ടാമത് വരുന്നത് ഇന്നർ കോറും. അതാണ് നമ്മൾ ഇങ്ങനെ ഇത് ഒരു സർക്കിൾ അല്ലാതെ നോർമലായിട്ട് എടുക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിലാണ്ട് ഇത്രയും ഭാഗത്തെ അറിയപ്പെടുന്ന പേര് ഇതാണ് ഭൂവൽക്കം. അതായത് നമ്മൾ പറഞ്ഞ ക്രസ്റ്റ്. അതിനുശേഷമാണ് ഇത്രയും ഭാഗം, ഈ റെഡ് ഭാഗത്തെ അറിയപ്പെടുന്ന പേര് എന്തുമായിരിക്കും? നിങ്ങൾ തന്നെ പറ. ഇത്രയും റെഡ് ഈ ഭാഗത്തെ അറിയപ്പെടുന്ന പേര് അതാണ് എന്ത്? മാൻഡിൽ. അതിനുശേഷം ഔട്ടർ കോറ്, അതിനുശേഷം താഴെ ഇന്നർ കോർ. അപ്പൊ ഭൂമിയുടെ കേന്ദ്രം ഏതാണ്ട് ഇത്രയായി. ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ആൻസറിലേക്ക് കിട്ടിയല്ലോ. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലൂമിനിയം, സിലിക്ക. സമ്മതിച്ചു, സിയാൽ. അപ്പൊ സിമയുണ്ട് ഭൂമിയുടെ സമുദ്ര ഭൂവൽക്കത്തിൽ. അതായത് നമ്മൾ പറയുന്നത് സിലിക്കണും മഗ്നീഷ്യവും. അപ്പൊ ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കവ. ശരിയാ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ദെൻ ഓപ്ഷൻ സി
ഭൂവൽക്കത്തിന്റെ ഏകദേശ കനമെന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ. അതും ശരിയാ. SCRT സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നതാ. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഭൂവൽക്കത്തിലാ. ഉത്തരം നൈട്രജൻ. തെറ്റാ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്തല്ല? നൈട്രജൻ അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഡി ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ നമുക്ക് തിരുത്തി പഠിക്കണമല്ലോ. ഉത്തരം ഡി ആണ്. അതായത് തെറ്റായ പ്രസ്താവന ഡി ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാ. ഭൂവൽക്കത്തിൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഭൂവൽക്കത്തിൽ എന്നോ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഉത്തരം ഏത് തന്നെ? ഓക്സിജൻ. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? അന്തരീക്ഷ വായുവിൽ അത് നൈട്രജനാ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാലോ അത് അലൂമിനിയമാ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ കുഴപ്പിച്ച് കളയും, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാ. ഭൂമിയുടെ പിണ്ഡം ഉദ്ദേശിക്കുന്നത് നിഫെ എന്ന് പറയും. നിക്കലും ഫെറവും അയണും. അപ്പൊ ഭൂമിയുടെ വേറെ ഒന്നുമില്ല. ഈ 4 പോയിന്റ് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ തന്നെ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനും, ഭൗമോപരിതലത്തിൽ, മറക്കല്ലേ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം, അത് ലോഹമാണ്. ലോഹം ഓക്സിജൻ ലോഹമാവോ? ഇല്ല. നൈട്രജൻ ലോഹമാവോ? ഇല്ല. ലോഹം എന്ന് പറഞ്ഞാൽ അലൂമിനിയം. ഇനി ഭൂമിയുടെ പിണ്ഡത്തിൽ ഇരുമ്പ്, ഇരുമ്പ് ഭൂമിയുടെ പിണ്ഡത്തിൽ. നമ്മൾ പറഞ്ഞില്ലേ ഇതിന്റെ പണ്ടം കുത്തി മലത്തി കളയുന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഇരുമ്പ് കൊണ്ട ഭൂമിയുടെ പിണ്ഡം. അങ്ങനെങ്കിൽ ഓർത്തു നോക്ക്, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അത് ഇരുമ്പാണ്. 4 ചോദ്യം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിലേറ്റ ഡി ഓപ്ഷനാണ് തെറ്റായ പ്രസ്താവന. തിരുത്തുമ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതല്ല? നൈട്രജൻ അല്ല, ഓക്സിജൻ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 അടങ്ങിയിരിക്കുന്ന മൂലകത്തിന്റെ പേരാണ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ഉത്തരമുണ്ട്. പ്രപഞ്ചത്തിന്റെ, ഈ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യം, നമ്മൾ പറയും മാറ്റർ എന്നൊക്കെ നിങ്ങൾ സയൻസിൽ പഠിക്കും. മൊത്തം ദ്രവ്യത്തിന്റെ 3/4, അതായത് ഒരു 4/1 ഒരു ഭാഗം, ദെൻ 4/3 ഒരു ഭാഗം. അപ്പൊ 4/3 പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യം 4 ആണെങ്കിൽ അതിൽ 4/3 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടൈമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന പേരാ സിയാല്. വൻകര, അതായത് ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു കരഭാഗം ഉണ്ടായിരുന്നു, ഒരു സമുദ്രഭാഗം ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു വലിയ ഭൂമിയായിരുന്നു. തുടക്ക സമയത്ത്, അതായത് ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു വലിയ സമുദ്രഭാഗം ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ പാഞ്ചിയ എന്ന് പറയുന്നത്, അല്ലെ? ഈ പാഞ്ചിയ എന്നറിയപ്പെടുന്ന കരഭാഗത്തെ ചുറ്റി പന്തലാസ എന്ന സമുദ്രം ഉണ്ടായിരുന്നു. ലാസ സമുദ്രം. വീണ്ടും ആവർത്തിക്കുന്നു, ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു കരഭാഗവും ഒരു സമുദ്രഭാഗവും ഉണ്ടായിരുന്നു. ഓക്കെ, ഭൂമിയുടെ ഉത്ഭവ സമയത്ത് കരഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് പാഞ്ചിയ. പാഞ്ചിയക്കര, മറക്കല്ലേ. ഈ പാഞ്ചിയ അറിയപ്പെടുന്ന പേരെന്തോന്ന് അറിയാവോ? മാതൃവൻകര എന്നറിയപ്പെടുന്നത് പാഞ്ചിയ. ഈ പാഞ്ചിയ എന്നറിയപ്പെടുന്ന കരഭാഗത്തെ ചുറ്റി പന്തലാസ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഉണ്ടായിരുന്നു. അതിനെയാണ് മാതൃസമുദ്രം എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു കരഭാഗം ഉണ്ടായിരുന്നു, പാഞ്ചിയ. ഈ പാഞ്ചിയ എന്നറിയപ്പെടുന്ന കരഭാഗത്തെ ചുറ്റി, ബൃഹത് വൻകര എന്നറിയപ്പെടുന്ന പാഞ്ചിയെ ചുറ്റി ഒരു വലിയ സമുദ്രം ഉണ്ടായിരുന്നു. അതിനെ അറിയപ്പെടുന്നവരാണ് പന്തലാസ. പിന്നീട് കാലക്രമേണ ഈ പാഞ്ചിയ എന്നറിയപ്പെടുന്ന കരഭാഗം തെതിസ് നദിയുടെ സഹായത്തോടുകൂടി 2ആയി മാറി. പിന്നീട് കാലക്രമേണ അത് 2, 3ആയി, 4ആയി, 5ആയി. അങ്ങനെ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായി, പല വൻകരകൾ ഉണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തത്തിന്റെ പേരാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ വൻകര ഭൂവൽക്കത്തിന്റെ പേരാണ് സിയാൽ. സിയാൽ എന്തൊക്കെ ചേർന്നയാ? സിലിക്കയും അലൂമിനിയം. ദെൻ സമുദ്ര ഭൂവൽക്കത്തിന്റെ പേരാണ് സിമ. ഇപ്പൊ പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമി ഉത്ഭവിച്ച സമയത്ത് ഒരു വൻകര ഉണ്ടായിരുന്നു. ആ വൻകര ഭൂവൽക്കത്തിൽ സിയാലായിരുന്നു കണ്ടന്റ്. ആരൊക്കെ ചേർന്ന്? സിലിക്കയും അലൂമിനിയവും ചേർന്ന്. ദെൻ സമുദ്ര ഭൂവൽക്കത്തിൽ ആരൊക്കെയാ? സിലിക്കയും മഗ്നീഷ്യവുമാണ്. ഇനി നമ്മൾ പഠിക്കുമ്പം ഭൂമിയുടെ ഉള്ളറയിലെ പാളികൾ പഠിക്കുമല്ലോ. എങ്ങനെയാ പഠിക്കുന്നത്? ഭൂവൽക്കത്തിന്റെ പേരാണ് ക്രസ്റ്റ്. ഭൂവൽക്കം കഴിഞ്ഞ 2ാമത്തെ പാളിയാണ് മാൻഡിൽ. 3ാമത്തെ പാളിയാണ് കാമ്പ്. കാമ്പ് തന്നെ 2 തരത്തില്, ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. 4 പാളികൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.
ഭൂമിയുടെ ഉള്ളിലുള്ള ഉള്ളറ പാളികളെയൊക്കെ അറിയപ്പെടുന്ന പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രസ്റ്റ്, മാൻഡില്, ഔട്ടർ കോർ, ഇന്നർ കോർ. അതിന് മലയാളത്തിൽ പഠിക്കുവാണെങ്കിൽ ക്രസ്റ്റിനെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നത്. മാൻഡിൽ ഇംഗ്ലീഷിൽ പഠിച്ചാൽ മലയാളത്തിൽ പഠിച്ചാൽ അങ്ങനെ തന്നെ മാറ്റമില്ല. മാൻഡിൽ അങ്ങനെ തന്നെ. ഔട്ടർ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറക്കാമ്പ്. ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ അകക്കാമ്പ്. ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്നർ കോർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നു. ഓപ്ഷൻ എ നോക്കിയേ. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സീമ അല്ലെങ്കിൽ സിമ എന്നും അറിയപ്പെടുന്നു. ശരിയോ തെറ്റോ? ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ, സിലിക്കണും അലൂമിനിയം ചേർന്ന്. സിയാലിന് താഴെ കടൽത്തറ ഭാഗമുണ്ട്, സമുദ്ര ഭാഗമുണ്ട്, അതിനെ അറിയപ്പെടുന്നവര് സിമ. ശരിയാണ്. ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ രണ്ടാമത് നോക്കിയേ. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പ്, അതിർത്തി നിർണയിക്കുന്ന വരമ്പിനെ അറിയപ്പെടുന്ന പേരാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. എന്താണ് നമുക്കറിയത്തില്ല, നമ്മളത് പഠിച്ചില്ല. ഓപ്ഷൻ 3 നോക്കിയേ. ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. അത് നമ്മൾ പഠിച്ചില്ല. നാലാമത്തെ പ്രസ്താവന, മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ എന്താ ചോദ്യം, എന്താ പറഞ്ഞേക്കുന്നത്? ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയല്ലയോ? ഇതിൽ നമുക്കറിയാവുന്ന കണ്ടന്റ് പറയാം. ഒന്നാമത്തെ നമ്മളിപ്പോ പഠിച്ചതാ, ഒന്നാമത്തെ ശരിയാണ്. ഒന്ന്, ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗത്ത് എന്തും വിളിക്കുന്നു? സീമ എന്നും വിളിക്കുന്നു. ക്ലിയർ. ഓപ്ഷൻ രണ്ടാമത് നോക്കിയേ. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പ് ഗുട്ടൻബർഗ് വിച്ഛിന്നതയല്ല. തെറ്റാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഭൂമിയുടെ ഈ പറയുന്ന അതിർത്തി, ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതിർവരമ്പുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അത് പഠിക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. അപ്പൊ തന്നെ തെറ്റി. ഭൂവൽക്കം കഴിഞ്ഞ അടുത്ത എന്താ? മാൻഡില. പുറക്കാമ്പ് വരുമോ? നിങ്ങൾ തന്നെ പറ. ഭൂവൽക്കം കഴിഞ്ഞ അടുത്ത മാൻഡിൽ അല്ലയോ? ഇപ്പൊ ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെറ്റല്ലയോ? അപ്പൊ അത് തന്നെ ലോജിക്കാം. നമ്മൾ പറഞ്ഞ ക്രസ്റ്റ്, ഭൂവൽക്കം, രണ്ടാമത് പറഞ്ഞ മാൻഡില്, മൂന്നാമത് പറഞ്ഞ ഔട്ടർ കോറ്, നാലാമത് പറഞ്ഞ ഇന്നർ കോറ്. ഇങ്ങനല്ലേ വരുന്നത്. അപ്പൊ എന്തായാലും ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നത് ലിത്തോസ്ഫിയർ എന്ന് വരത്തില്ല. അപ്പൊ അത് തന്നെ തെറ്റില്ലയോ? അപ്പൊ മൂന്നാമത്തെ തെറ്റാ. അപ്പൊ 1 ശരിയാണ്, 2 തെറ്റാണ്, 3 തെറ്റാണ്. നോക്കിയേ നാലാമത് നോക്കിയേ. മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗം, അതായത് മാൻഡിലിന്റെ തൊട്ട് മുകളിലുള്ള ദുർബലമായ വീക്കായിട്ടുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അതും ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1, 4. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഭൂവൽക്കത്തിന് താഴെ, ഭൂവൽക്കം കഴിഞ്ഞ താഴെ എന്താണെന്നാ പറഞ്ഞത്? കനം കൂടിയ, കട്ടി കൂടിയത് മാൻഡിലാണ്. ഇപ്പൊ ഭൂവൽക്കം 1, 2 മാൻഡില്, 3 പുറക്കാമ്പ്, താഴെ അകക്കാമ്പ്. ഇങ്ങനല്ലേ പറയുന്നത്. ഇനി ഈ പറഞ്ഞ ഭൂവൽക്കം ഏറ്റവും മുകളിലുള്ള ക്രസ്റ്റ്, അതിനുശേഷം മാൻഡിലിന്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശത്തിന്റെ പേരാണ് ലിത്തോസ്ഫിയർ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഭൂവൽക്കം എന്ന ക്രസ്റ്റും മാൻഡിലിന്റെ മുകളിലത്തെ ഭാഗവും, അതായത് ഈ പറയുന്ന, നമ്മൾ ഈ പറയുന്ന പേജ്, ഈ പറയുന്ന പടം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എന്ത്? ഭൂവൽക്കം താണ്ടിത്. ഭൂവൽക്കവും മാൻഡിലിന്റെ കുറച്ചു ഭാഗവും ചേരുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? ദ റിജിഡ് ഔട്ടർ ലെയർ ഓഫ് ദി എർത്ത് ദാറ്റ് ഇൻക്ലൂഡ്സ് ക്രസ്റ്റ് ആൻഡ് അണ്ടർ ദി ഓഷ്യൻ എന്നാ പറയുന്നത്. ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ എന്നാ പറയുന്നത്. മാൻഡിലിന്റെ മുകൾ ഭാഗവും ക്രസ്റ്റും ചേരുന്നതിനെ അറിയപ്പെടുന്ന പേര് ലിത്തോസ്ഫിയർ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും, എന്താണ്, വേറെ ഒന്നുമില്ലെന്നേ. ക്രസ്റ്റ്, മാൻഡില്, കോറ് തന്നെ 2 തരത്തില്, ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ക്രസ്റ്റിന്റെ ഏറ്റവും മുകൾ ഭാഗം, ക്രസ്റ്റിന്റെ ഏറ്റവും താഴ്ഭാഗം ഭൂവൽക്കം, ദെൻ മാൻഡിലിന്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശം ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയറിനെയാണ് സ്ഥലമണ്ഡലം എന്നറിയപ്പെടുന്നത്. ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത് ലിത്തോസ്ഫിയറിനെയാണ്. പാറക്കെട്ട് നിറഞ്ഞത്, LDC ക്വസ്റ്റ്യൻ ആണ്, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ. ഇനി ഈ പറയുന്ന ലിത്തോസ്ഫിയറിന് താഴെ, ലിത്തോസ്ഫിയർ ദാണ്ടെ ഈ 100 കിലോമീറ്റർ എന്ന് എഴുതിയപ്പോണ്ടല്ലോ, അതിന് താഴെ ഉള്ള ഭാഗത്തെ പറയുന്ന പേരാണ് അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് താഴെയുള്ള അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിന്റെ പേരാണ് അസ്തനോസ്ഫിയർ. വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഈ ഒരു പടം ഒന്ന് നോക്കിയേ. ഈ പടം നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ, ഏറ്റവും ടോപ്പ് ഭാഗം, ഇത്രയും ഭാഗം,
ഇത്രയും ഭാഗം നോക്കി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗം ഏതാ? ഇതിനെ അറിയപ്പെടുന്ന പേരല്ലോ ക്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എന്ത് ഭൂവൽക്കം എന്ന് പറയും. ഈ ഭൂവൽക്കത്തിന്റെ മുകൾ ഭാഗവും മാൻഡിലിന്റെ കുറച്ച് ഭാഗം കൂടെ ചേരുന്നതാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് എന്ത്? ഭൂവൽക്കത്തിന് താഴെ ഉള്ള കനം കൂടിയ ഭൂവൽക്കത്തിന് താഴെയാണ് മാൻഡിൽ. ഇനി ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിന്റെ പേരാണ് ലിത്തോസ്ഫിയർ. അതാണ്ട് കിടക്കുന്ന ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയറിന് താഴെ അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് അസ്തനോസ്ഫിയർ. ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത്. ഇനി മത്സര പരീക്ഷ നമ്മൾ അതിർവരമ്പുകൾ ചോദിക്കുക. NCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പറഞ്ഞു തരുക. ഉറപ്പായിട്ട് ഒരു മാർക്ക് ഇവിടുന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിർവരമ്പുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന്, അതിർവരമ്പത്തിന് ഇംഗ്ലീഷ് വാക്ക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. വേറെ ഒന്നുമില്ല. സിയാലിനെയും സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൻകര ഭാഗമാണ്. സിമ എന്ന് പറഞ്ഞാൽ കടൽത്തറ സമുദ്രഭാഗമാണെന്ന് പറഞ്ഞല്ലോ. ഈ സിയാലിനെയും സിമയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പിന്റെ പേരാണ് കോൺറാഡ് വിച്ഛിന്നത അല്ലെങ്കിൽ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഉപരിമാൻഡിലുണ്ട് മാൻഡിലിന്റെ മുകൾ ഭാഗം, അധോ മാൻഡിലുണ്ട് മാൻഡിലിന് താഴ്ഭാഗം. അപ്പൊ മാൻഡിലിനെ ഉപരിമാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പിന്റെ പേരാണ് റെപ്പറ്റീവ് വിച്ഛിന്നത അല്ലെങ്കിൽ റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇതിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് മെഹ്റോവിസിക്കും ഗുട്ടൻബർഗും. പറഞ്ഞുതരാം. ഭൂവൽക്കത്തിനെയും നമ്മൾ പറഞ്ഞ ഏറ്റവും ടോപ്പിലുള്ള ഭൂവൽക്കം ക്രസ്റ്റിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പിന്റെ പേരാണ് മൊഹറോവിസിക് വിച്ഛിന്നത അല്ലെങ്കിൽ മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കണം. സിയാലിനെയും സിമയും തമ്മിൽ വേർതിരിക്കുന്നത് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. മാൻഡിലിനെ തന്നെ രണ്ട് തരത്തിൽ തരംതിരിക്കുന്നു. ഉപരിമാൻഡിലും ഉണ്ട്, അധോ മാൻഡിലും ഉണ്ട്. ഉപരിമാൻഡിലിനെയും അധോ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നത് റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ദെൻ ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? മെഹ്റോവിസിക് വിച്ഛിന്നത. ഇനി കാമ്പിനെ തന്നെ തരംതിരിക്കുമോ നമ്മൾ? അകക്കാമ്പ്, പുറക്കാമ്പ്. ഈ അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം മെഹ്റോവിസിക്കും ചോദിച്ചിട്ടുണ്ട്, ഗുട്ടൻബർഗും ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ ടെക്സ്റ്റിൽ ഇത് മൊത്തം കൊടുത്തതുകൊണ്ടാണ് A to Z കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്ത് ഈ പറഞ്ഞ ഭൂവൽക്കത്തിന് നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുത്തോ? അസ്തനോസ്ഫിയറിന് പേര് കൊടുത്തോ? മാൻഡിലിന് പേര് കൊടുത്തോ? ഇല്ലല്ലോ. ഉത്തരമായിട്ട് വരേണ്ടത് അകക്കാമ്പല്ല. ഉത്തരം ഏതാണ്? മാൻഡില. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? അത് മാൻഡിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, ഈ പറഞ്ഞ മാൻഡിലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പേര് വല്ലതും ഉണ്ടോ? ഈ പറഞ്ഞ അകക്കാമ്പ് എന്നറിയപ്പെടുന്ന ടോപ്പിക് ഉണ്ടല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു ചെറിയൊരു തിരുത്തുണ്ട്. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി എന്ന് പറഞ്ഞാൽ ഉത്തരം അകക്കാമ്പാണ്. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി, അകക്കാമ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്നർ കോർ എന്ന് പറയും. ഒന്നുമില്ല. നിഫെ എന്ന് പറഞ്ഞാൽ നിക്കലും ഫെറോവും എന്ന് പറഞ്ഞാൽ അയണും ചേർന്നതാണ്. അകക്കാമ്പ് എന്ന് പറഞ്ഞാൽ നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, നിർമ്മിതം. അതുകൊണ്ട് നിഫെ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഉത്തരം അകക്കാമ്പാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള. കാമ്പിനെ തന്നെ രണ്ടായി തരത്തിരിക്കുന്നു, അകക്കാമ്പ്, പുറക്കാമ്പ്. അതിൽ നിക്കൽ അയൺ, അതായത് ഫെറം ആണ്. അതുകൊണ്ടാണ് അയൺ, Fe അയൺ വന്നേക്കുന്നത്. നിക്കലും ഫെറവും, അതായത് നിക്കലും അയണും ചേർന്ന് ഈ പറയുന്ന നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായതുകൊണ്ടാണ് ഇതിനെ അകക്കാമ്പ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നിഫെ എന്നറിയപ്പെടുന്ന ഉത്തരം എന്താണ്? അകക്കാമ്പാണ്. ഉത്തരം മാൻഡിലല്ല, ഉത്തരം അകക്കാമ്പാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നുമില്ല, ഭൂമിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളെ പറ്റി പറഞ്ഞു. ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് SCRT എന്ന് ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞു. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു സമുദ്രഭാഗം ഉണ്ടായിരുന്നു. ആ സമുദ്രഭാഗത്തിനെ അറിയപ്പെടുന്ന പേരെന്താണ്? വൻകര ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? വൻകര ഭാഗത്തെ അറിയപ്പെടുന്നവരാണ് പാഞ്ചിയ. സമുദ്രഭാഗത്തെ അറിയപ്പെടുന്നവരാണ് പന്തലാസ. ഈ പാഞ്ചിയ എന്നറിയപ്പെടുന്ന കരഭാഗം തെതിസ് നദിയുടെ സഹായത്തോടു കൂടി 2 ഭാഗമായിട്ട് മാറി. ലൗറേഷ്യയും ഗോണ്ട്വാന ലാൻഡും പിന്നീട് കാലക്രമേണ
അത് 3ആയി 4ആയി 5ആയി അങ്ങനെ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ഇത്രയും വൻകരകളായി എന്ന് പറയുന്ന സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഒരു സിദ്ധാന്തം ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, മഹാവിസ്ഫോടന സിദ്ധാന്തം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനിലുണ്ടായ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി ആരുണ്ടായി? ഭൂമി ഉണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. സ്പന്ദന സിദ്ധാന്തം എന്നറിയപ്പെടുന്ന കണ്ടന്റ് ഒത്തിരി കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി കാണും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിൻ്റെ PDF നോട്ട് ഏകദേശം 10,000-ഓളം പോൾ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. PSC ഇൻഫ്ലുവൻസറിൻ്റെ ഫ്രീ കണ്ടന്റ്, ഫ്രീ PDF, ഫ്രീ ക്ലാസ്, ഫ്രീ എക്സാം എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വരാൻ പോകുന്ന 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയിലും നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷയിലും ആത്മാർത്ഥമായി പഠിക്കുക. 2025 നിങ്ങളുടെ വർഷമായിട്ട് മാറും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.